എ ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ തടി ഉപയോഗിച്ചാട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാൽ നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് അത് ഉളി വെച്ച് ചെത്തി ഓരോ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. ആദ്യം മുതലേ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ഫ്രെയിമും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വെച്ച് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് തന്നെ ഫ്ലോപ്പായി പോയി. അങ്ങനെ ഞാൻ അടുത്തതും ഉണ്ടാക്കാൻ നോക്കി, അതും ശരിയായില്ല. അങ്ങനെ ഞാൻ ആ വീഡിയോ വേണ്ടാന്ന് വെച്ചു. എന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കണമല്ലോ, എങ്കിൽ ഇത് ഉണ്ടാക്കുന്ന മുതലുള്ള വീഡിയോ കാണിക്കുമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മുതലുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതും നമ്മൾ 2-3 തടി ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടൊന്നും ശരിയായില്ല. കുറേയൊക്കെ പല്ലായിപ്പോയി. നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കട്ടിയുള്ള തടി തന്നെ വേണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടി വെച്ചുണ്ടാക്കിയാൽ മാത്രമേ അതാ ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ പൊടിഞ്ഞു പോകുന്ന തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പല്ലായിപ്പോവും. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതേപോലെ ഇത് മഹാഗണിയാട്ടോ, മഹാഗണിയുടെ തടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ചെറിയൊരു പീസ്. എന്തായാലും നമ്മൾ ഇത് ഉണ്ടാക്കുന്നൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഇതിന് കുറേ സാധനങ്ങൾ നമുക്ക് എന്തായാലും വേണം. നമ്മുടെ ഈ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ പലക കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾസ് നമ്മുടെ ഇല്ല. ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ആക്സോ ബ്ലേഡ് മാത്രമാണ്. നമ്മളത് വെച്ചാണ് ഇതെല്ലാം കട്ട് ചെയ്തത്. പിന്നെ ഈ നമുക്കിതിനകത്തൊരു ബെയറിങ് പിടിപ്പിക്കണം തടിയിൽ. അപ്പോൾ ആ ഒരു ഭാഗം വന്നപ്പം ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് എന്തായാലും ഡ്രില്ലിംഗ് മെഷീൻ നമ്മുടെ ഉണ്ട്, പക്ഷേ അതിനകത്ത് ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് വെച്ചാണ് സാധാരണ ഹോൾ ഉണ്ടാക്കുന്നത്. അതൊന്നും നമ്മുടെ ഇല്ല. നമ്മുടെ ഉള്ളത് കണ്ട് ഇപ്പം ഞാൻ ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതൊരു സ്ക്രൂ ആണ്. ഈ സ്ക്രൂ ആണ് അടിച്ച് പരത്തി ഉളി പോലാക്കി ഇത് വെച്ചാണ് ഞാൻ ആ ഹോളൊക്കെ ഇട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാരണം ഈ ഒരാഴ്ച നമ്മുടെ വീഡിയോ മൊത്തത്തിൽ പെൻഡിങ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറമേ ആയിരുന്നു. എന്തായാലും നമ്മളിത് ചെയ്ത് തീർക്കും എന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒറ്റ അടിക്കല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റ അടിക്ക് അങ്ങനെ ഡ്രില്ലിംഗ് മെഷീൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം കത്തിപ്പോവും. കാരണം നമ്മളിതിനെ പിടിച്ച് നിർത്തുകയോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ട് മെഷീൻ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ തടിക്കകത്ത് കയറി ഉളി കയറി ഉടക്കിയിട്ട് മെഷീൻ നിന്ന് പോകുന്നുണ്ട്. അപ്പം ഡ്രില്ലിംഗ് മെഷീനും കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതുപോലെ ഈ ഇത് കറങ്ങുന്നത് കേട്ടോ, താഴെ നിന്ന് മേപ്പോട്ടാണ് കറങ്ങുന്നത്, മേളിൽ നിന്ന് താപ്പോട്ടല്ല. അപ്പോൾ ഈ രീതി വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അത് മുറിഞ്ഞ് മാറുന്നത്. ഇനിയിപ്പം അല്ലാതെ വെച്ചാലും മുറിയോ ഇല്ലയോ എനിക്കറിയത്തില്ല, പക്ഷേ ഞാനത് വെച്ച് നോക്കിയിട്ട് അത് ശരിയാകുന്നില്ല. ഇങ്ങനെ കറങ്ങുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കട്ടായിട്ട് കിട്ടുന്നത്. എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരെണ്ണം മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ആ വീഡിയോ എടുത്തു. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഇനി പേപ്പറും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി പൂർണ്ണമായിട്ട് തീർന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഒരു ഡ്രില്ലിംഗ് മെഷീനും ഇതിൻ്റെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കി പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെന്തായാലും ഇതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും പോളിഷൊന്നും അടിക്കുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.